നമസ്കാരം. ആര്യ രാജേന്ദ്രന് പൂട്ടുവീഴുമോ? രണ്ട് പൂട്ടാണ്. ഒന്ന്, തിരുവനന്തപുരത്തെ പുതിയ മേയർ വി രാജേഷിന് കിട്ടിയ ഒരു പരാതി, ഒരു കോൺഗ്രസ് കൗൺസിലറുടെ പരാതിയാണ്. മൊത്തം അഴിമതി. എന്തെല്ലാം കാര്യത്തിൽ അഴിമതിയുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞാലും തീരാത്ത അത്ര. പൊങ്കാല ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ചാരം വാരിയതുൾപ്പെടെ, പൊറോട്ടയും ചിക്കനും വാങ്ങിക്കൊടുത്തതുൾപ്പെടെ, അതുപോലെ പ്രാദേശിക വികസന ഫണ്ട്, പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് വെട്ടിച്ചത് ഉൾപ്പെടെ, സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി കത്തയച്ചത് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ, ഏതാണ്ട് 400 കോടി രൂപയുടെ അഴിമതി എന്നാണ് പ്രാഥമികമായ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നത്. പിണറായി സർക്കാരിൻ്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എത്രമാത്രം അതിനകത്ത് സത്യമുണ്ടായിരിക്കുമെന്ന് വെറുതെ ഒന്ന് ആലോചിക്കും. അതിലും കൂടുതൽ കാണും. അവർ 400 എന്ന് എഴുതി പിടിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത് അന്വേഷിക്കണം. അതുപോലെ കോർപ്പറേഷന് പല സഖാക്കളും ഈ കെട്ടിടങ്ങളും അതുപോലെ സ്ഥാപനങ്ങളും ഉള്ളവരാരും നികുതി കൊടുക്കാറില്ലായിരുന്നു പലപ്പോഴും. സ്വന്തം പാർട്ടിയല്ലേ ഭരിക്കുന്നത്, നികുതിയൊന്നും വേണ്ട. അത് ഒക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി തള്ളി കൊടുക്കുകയായിരുന്നു. അതൊക്കെ മുൻ മേയർക്കെതിരെയുള്ള ശക്തമായ അന്വേഷണത്തിന് കാരണമാകുന്നു. തീർച്ചയായിട്ടും ആ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം പുതിയ മേയർ സ്ഥാനമേറ്റ ശേഷം ഇത്തരത്തിൽ ഒരു അന്വേഷണമായിരിക്കും ആദ്യം വരിക എന്നറിയുന്നു. ഒപ്പം KSRTC താൽക്കാലിക ഡ്രൈവർ യദു കൊടുത്ത പരാതി, അതായത് ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA കുറ്റപത്രത്തിൽ നിന്ന്, ഈ വണ്ടി തടഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ വിഷയത്തിൽ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു യദു. ഈ കുറ്റപത്രം, പോലീസിന്റെ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇത് സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഇവരോട് കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു എന്നാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത, മറ്റൊരു റിപ്പോർട്ട്. അപ്പം 4 വശത്തൊന്നും കുരുക്ക് മുറുകുകയാണ്. അതുപോലെ നേമത്ത് ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം നേമം രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത് കൊണ്ട് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് നിന്നത്. പക്ഷേ അവരെ കോഴിക്കോട്ട് തന്നെ പറഞ്ഞു വിടും എന്നാണ് കേൾക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം ഒരു പരുവമാക്കി, ഇനി കോഴിക്കോടും ഒരു പരുവമാക്കാൻ വേണ്ടി ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടും. പക്ഷേ ഇവർക്ക് അങ്ങോട്ട് പോകണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇവർ തിരുവനന്തപുരം വിടുകയാണ്. ധാരാളം അന്വേഷണങ്ങൾ ഉണ്ടാകും. ധാരാളം പരാതികൾ ഇവർക്കെതിരെ ഇനിയും ലഭിക്കും. ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനെ പിച്ചച്ചട്ടി എടുപ്പിച്ച് കുട്ടിച്ചോറാക്കിയതിൽ ഈ മേയർക്ക് ഒരു സുപ്രധാന പങ്കുണ്ട് എന്നത് ഏതൊരു CPM നേതാവിനും അറിയാം. CPMലെ കൊച്ചുകുട്ടികളോട് പോലും ചോദിച്ചാൽ അറിയാം. ഈ കുട്ടി മേയർ 21 വയസ്സിൽ മേയറായി, ഇനിയിപ്പോൾ മേയറായിട്ട്, ആദ്യഘട്ടത്തിൽ മേയറായിട്ട് വിജിലൻസ്, ജുഡീഷ്യൽ, പോലീസ് അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു കുറ്റാരോപിതയായിട്ട് കൂടി ആര്യ രാജേന്ദ്രൻ മാറുകയാണോ, അല്ലെങ്കിൽ മാറുന്ന ഒരു കാഴ്ചയാണോ ഇനി കാണാൻ പോകുന്നത് എന്നാണ് തിരുവനന്തപുരം നിവാസികളായ, നഗരനിവാസികളായ ജനങ്ങളും കേരളത്തിലുള്ള ജനങ്ങളും ഒക്കെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തെ, ഒരു സംവിധാനത്തെ, ഒരു ഭരണ സംവിധാനത്തെ എങ്ങനെ മുടിപ്പിക്കാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ തേച്ച് കഴുകാം, എങ്ങനെ ധാർഷ്ട്യം കൊണ്ട് ജനങ്ങളെ വിരട്ടാം എന്നൊക്കെ കാണിച്ചു തന്ന 5 കൊല്ലത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണമാണ് ആര്യ രാജേന്ദ്രൻ എന്ന മുൻ മേയർ നടത്തിക്കൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും അതിൽ ഗുരുതരമായ വിഷയങ്ങൾ അന്വേഷിക്കണം. അത് കൃത്യമായി അന്വേഷിച്ച് അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നിയമ നടപടിക്ക് ഇവരെ വിധേയരാക്കണം ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്.